ഈ അടുത്ത കാലത്ത് തന്നെ ഡൽഹിയിലും മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്താ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ? ഡൽഹിയിലും മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ സഖാവെ, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മാത്രമല്ല, ആം ആദ്മി പാർട്ടി പഞ്ചാബിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഗോവയിലുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടിക്ക് പ്രാതിനിധ്യമുണ്ട്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ 4 MLA ആം ആദ്മി പാർട്ടിക്കുണ്ട്. ജമ്മു കാശ്മീരിൽ 1 MLA ഉണ്ട്, ഗോവയിൽ 2 MLA. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ 117ൽ 92 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നത്. ഒറ്റയ്ക്കാണ് മത്സരിച്ചതും വിജയിച്ചതും ഭരിക്കുന്നത്. മുന്നണി സംവിധാനത്തിൽ കൂടെ 140ൽ 98 സീറ്റ് നേടിയാണ് കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നത്. ആകെ കേരളം ഇടതുമുന്നണി ആകെയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തില് 140ൽ 98 സീറ്റ് നേടിയാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത്. ലോക്സഭയിൽ 3 MP-മാരുണ്ട്, നിങ്ങൾക്ക് 4 MP-മാർ, ഒരു MP-യുടെ വ്യത്യാസമുള്ളൂ. രാജ്യസഭയിൽ ഞങ്ങൾക്ക് 10 MP-മാരുണ്ട്, നിങ്ങൾക്ക് 5 പേരേ ഉള്ളൂ. 122 MLA-മാർ രാജ്യത്ത് ആം ആദ്മി പാർട്ടിക്കുണ്ട്, CPM-ന് 80 പേരേ ഉള്ളൂ. ആ പാർട്ടിയാണ് നിങ്ങൾ ഡൽഹിയിൽ മാത്രമുള്ള ഒരു പാർട്ടി എന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. സഖാവ് ഒന്നും ഓർക്കണം, വെറും 12 കൊല്ലം കൊണ്ട് ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയെ ഇകഴ്ത്തിക്കെട്ടാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്നുള്ള തിരിച്ചറിവിൽ കൂടെ നിന്ന് വേണം നിങ്ങൾ പ്രതികരിക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ നടത്താൻ.